നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രേഗിലെ ഫോർച്യൂണ അറീനയിൽ നാളെ FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിലെ അവരുടെ 7ാമത്തെ മത്സരം കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ സ്ലാവിയ പ്രാഹയാണ്. നിലവിൽ ബാഴ്സലോണ 15ാം സ്ഥാനത്താണ്. ടോപ്പ് 8-ലെത്തിയെങ്കിലാണ് ഡയറക്റ്റായിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സ്ലാവിയ പ്രാഹയാണെങ്കിൽ ഒട്ടും മികച്ച രൂപത്തിലല്ല. അവർക്ക് 3 പോയിൻ്റേ ഉള്ളൂ. അവർ 33ാം സ്ഥാനത്താണ്. ബാഴ്സ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ കളി. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനു മുമ്പ് ബാഴ്സലോണ ഒഫീഷ്യലി മെഡിക്കൽ അപ്ഡേറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. ബാഴ്സയുടെ ഇഞ്ചുറി അപ്ഡേറ്റിൽ അവർ പറഞ്ഞ റാഫിഞ്ഞക്ക് മെഡിക്കൽ ഓൾ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കളി റാഫിഞ്ഞ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നതാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിക്കുകളില്ല, പക്ഷേ ഒരു പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് വിശ്രമം കൊടുത്തതാണ് എന്ന് അത് തന്നെ സംഭവിക്കുന്നു. അദ്ദേഹം മടങ്ങിയെത്തുന്നു. അതേസമയം ഫെറാൻ ടോറസ് ആണ് ഇപ്പോൾ തിരിച്ചടി. ഫെറാൻ ടോറസിന് ഇഞ്ചുറി സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ലെഗിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നു ആൻഡ് വിൽ ബി അൺഅവൈലബിൾ ഫോർ ദി മാച്ച്. കാര്യം ഒഫീഷ്യലി ബാഴ്സ അറിയിക്കുന്നു. എന്തായാലും എസ്റ്റിമേറ്റഡ് റിക്കവറി ടൈം അദ്ദേഹത്തിന് ഈ പരിക്കിൽ നിന്നുള്ള എസ്റ്റിമേറ്റഡ് റിക്കവറി ടൈം അറൗണ്ട് 10 days ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഫെറാൻ ടോറസ് ഇല്ല എന്നുള്ള ഒരു തിരിച്ചടി ബാഴ്സലോണക്ക് സംഭവിച്ചിരിക്കുകയാണ്. എന്നാലും ബാഴ്സയുടെ സ്ക്വാഡ് നമ്മൾ നോക്കുകയാണ്. ഈ മത്സരത്തിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിൽ ഗോൾ കീപ്പർമാരായിട്ട് ജോൻ ഗാർഷ്യ, ഷെസ്നി, കൊച്ചൻ എന്നിവരാണ്. അതായത് മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ പോവുകയാണ് എന്നർത്ഥം. സ്ക്വാഡിൽ അദ്ദേഹം ഇല്ല. ഡിഫൻസിൽ ബാൽഡെ, റൊണാൾഡോ റൗഹോ, കുബാസി, ജെറാഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്, ജോഫ്രെ. മധുരയിൽ പെഡ്രി, ഫെർമിൻ, കെസാഡോ, ഓൾമോ, ഫ്രെങ്കി ഡിയോങ്, ബെർണാൽ, ടോമി. മുന്നേറ്റത്തിൽ ലെവൻഡോസ്കി, റാഫിഞ്ഞ, റാഷ്ഫോർഡ്, റൂണി, ജുവാന്, ഡാനി. ഇതാണിപ്പോൾ ഫ്ലിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. ഏതായാലും ബാഴ്സ വിജയിച്ച് അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ സ്ഥാനം മെച്ചപ്പെടുത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.